തിരുവനന്തപുരം അട്ടക്കുളങ്ങര രാമേന്ദ്രന് തൊട്ടടുത്തായിട്ടാണ് നമുക്കിത് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 5.25 സെൻറ്റിൽ 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു കെട്ടിടം അടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത്. നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രൈസിന് വാങ്ങിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ സ്ഥലവില തന്നെ നോർമലി 35-40 ലക്ഷം രൂപയ്ക്ക് പുറത്താണ് സ്ഥലവില നോർമലി വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കെട്ടിടത്തിന് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് കിട്ടിയിട്ടുള്ളൂ. 5 വർഷത്തിനകത്ത് മാത്രം പഴക്കം വരുന്ന കെട്ടിടമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി എത്ര നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ നിലയിൽ ഒരു ഗോഡൗൺ സ്പേസ്, ഫസ്റ്റ് ഫ്ലോറിൽ നിലവിൽ ഇതിൻ്റെ ഓണർ താമസിക്കുകയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അവർ തന്നെ താമസിക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ 2 ഫ്ലാറ്റ് വരുന്ന രീതിയിൽ 2 ഫാമിലിക്കായിട്ട് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഒരു 10 മീറ്റർ വരുമ്പം തന്നെ ഇടതുവശത്തോട്ട് റോഡ് ഇങ്ങനെ കട്ടാവും. ആ റോഡകത്തേക്ക് കയറി ഒരു 30-40 മീറ്റർ വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും മേളിൽ, അതായത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിൽ ടെറസിലായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കവേർഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. 3 വണ്ടികൾ നമുക്കിത് അകത്ത് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇതിൽ 2 എണ്ണം നമുക്കിതിനകത്ത് തന്നെ കയറ്റി പാർക്ക് ചെയ്യാം. ഈ ഭാഗത്ത് നമുക്കിപ്പോൾ നിലവിലൊരു ഗോഡൗൺ സ്പേസ് ആക്കി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിനിപ്പോൾ 23,000 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്പേസിൽ തന്നെയും ഇതിൻ്റെ തടിപ്പണികളെല്ലാം ചെയ്തിരിക്കുന്ന നോക്കി. ഇതെല്ലാം തന്നെ തേക്കൻ തടിയാണ്. അതുപോലെ കെട്ടിടം പൂർണ്ണമായിട്ടും ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു ഗോഡൗൺ സ്പേസ് ആണ്. ഇതിപ്പോൾ നമുക്ക് ചാല മാർക്കറ്റും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ തൊട്ടടുത്തല്ലേ. ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന ഒരു ഏരിയയാണ് അട്ടക്കുളങ്ങര. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗോഡൗൺ സ്പേസ് ആണ്, പാക്കേജിങ് മെറ്റീരിയൽസിൻ്റെ ഗോഡൗൺ സ്പേസ് ആണ്. ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഈ കെട്ടിടത്തിൻ്റെ സൈഡിലൂടെ മേളിലേക്കുള്ള സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് നിന്ന് നമുക്കിതാ ഈ സ്റ്റേഴ്സ് കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ നിലവിൽ ഓണർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ഫ്ലോർ മൊത്തത്തിൽ ഒരു വീടായിട്ടും നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ 2 ഫ്ലാറ്റുകളായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും ഈ സാധനങ്ങളും എല്ലാം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയിലാണ് ഈ പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളതെന്ന്. ഫുള്ളായിട്ട് തേക്കൻ തടിയിലാണ്. തടിപ്പണികളെല്ലാം തേക്കില്ലാണ്ട് ഒരു സാധനമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ കെട്ട് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് കാണുന്ന ഫർണിച്ചർ അടക്കമാണ് ഞാനിന്ന് വില പറയാൻ പോകുന്നത്. നമ്മൾ നേരെ കയറി വരുമ്പോൾ എന്താ ഇവിടെയായിട്ട് നമ്മുടെ ഒരു കോമൺ സ്പേസ് വരും. ഇവിടെ ഇതുപോലെ നീറ്റായിട്ട് സോഫയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഇവിടെ ഇരുന്ന് TV അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. TV കാണാനുള്ള സൗകര്യം. ഇനി അതുപോകെ ഇവിടെ അടുക്കളയിൽ നിന്ന് ഒരാൾ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ട. ഇവിടെ ഇരുന്ന് കാര്യം പറയാം. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. നമ്മുടെ ഡൈനിങ് സ്പേസ് എല്ലാം നീറ്റായിട്ട് ഈ ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. ശരിക്കും കിച്ചൻ്റെ ഇവിടെ ഫ്രിഡ്ജെല്ലാം ഈ ഒരു സ്പേസിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് പോലെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസും നമുക്ക് പ്രയോജനപ്പെടുത്താനാവും. അതുപോകെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് കിച്ചൺ ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തുള്ള പണിയെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഈ കിച്ചൻ്റെ ഇവിടെ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ പിൻവശത്ത് ഇതുപോലൊരു ബാൽക്കണി സ്പേസ് പോലെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു ബെഡ്റൂമിൽ നിന്നും ഈ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ കെട്ടിടമാണ്. രാമേന്ദ്രൻ്റെ തൊട്ടടുത്ത് അതിനോട് ചേർന്നിരിക്കുന്ന പ്രോപ്പർട്ടി. നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. കബോർഡ് നോക്കിയേ, ഗ്രാൻഡായിട്ട് വലിയൊരു കബോർഡ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ പിൻവശത്തേക്ക് കാണുന്ന ആ ഒരു ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിൻ്റെ ഈ ഒരു ഫിറ്റിങ്സും അതുപോലെ ഡോറൊക്കെ വരുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രീമിയമാണ്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡോർസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. അത് പൈപ്പ് ഫിറ്റിങ്സ് ആവട്ടെ, കമോഡ് ആവട്ടെ, നമ്മുടെ വാഷ് ബേസിൻ എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഈ 2 ബെഡ്റൂമുകൾക്കും വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് ആക്സസ് വരും. ഇതിനകത്ത് കട്ടില് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കബോർഡ് വർക്ക് കാണാം. ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടി എടുത്ത് നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് ആയിട്ടൊക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിറ്റിയുടെ ഏറ്റവും ഹൃദയഭാഗത്ത്, അതായത് തമ്പാനൂരിൽ നിന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഇതുപോലൊരു കമേഴ്സ് പ്രോപ്പർട്ടി സ്വന്തമാക്കാം. നിങ്ങളുടെ കമ്പനിയിലൊക്കെ ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് താമസിക്കാം. ഇനി അതല്ല സ്വന്തം ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ പക്ക ലൊക്കേഷനാണ്. നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ താമസിക്കുക, മേളത്തെ നിലയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുക. വാടകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാടക കിട്ടുന്ന ലൊക്കേഷനാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാവുന്ന വലിയൊരു ബെഡ്റൂം നോക്കിയേ, ഗ്രാൻഡാണ്. ആ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡുണ്ട്. പക്ഷേ അതിൽ ഒന്നിൽ കബോർഡല്ല. നമുക്കതിനെ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഇത് നീക്കിക്കഴിഞ്ഞാൽ ബാത്റൂം വന്നിട്ട് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമിയം രീതിയിൽ തന്നെയാണ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്.
ഈ ഒരു ചുമരിലായാലും നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മോസ്കിറ്റോ നെറ്റ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ഈ ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ളത്. തേക്കും തടിയിൽ ഫ്രെയിം ചെയ്ത് സ്ലൈഡിങ് ഡോസ് ആണ് നമുക്ക് ബാൽക്കണിയിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിറയും കഴിഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയായി. ഇനി ഇതേ കണക്ക് തന്നെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു വ്യൂ ആണ് സെക്കൻഡ് ഫ്ലോറിലായാലും. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂം വീതം വരുന്ന 2 അപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിലവിൽ ഈ 2 നമുക്കിപ്പോൾ റെൻറ്റിന് കൊടുത്തിരിക്കുവാണ്. ഈ കാണുന്നത് ഒരു ഹാള്, കിച്ചൺ, 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം വരുന്ന രീതിയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ്. ഇത് നമ്മുടെ 2ാമത്തെ അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതും അതുപോലെ തന്നെയാണ്. ഈ കാണുന്ന പോലെ നമുക്കൊരു ലിവിങ് സ്പേസ്, ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ, ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ്. ഇതിപ്പോൾ നമുക്ക് ശരിക്കും റെൻ്റൽ പർപ്പസിന് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂമാണ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് നമുക്ക് 2 ബാൽക്കണി സ്പേസ് കൂടെ വരുന്നുണ്ട്. ഈ കാണുന്നത് പോലെ നല്ല നീറ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബെഡ്റൂംസ്. ഇത് നോക്കിയേ, ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഏറ്റവും പ്രീമിയം രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് വരും. ഇതായിരിക്കും നമ്മുടെ അയൽവാസികളായിട്ട് വരും കേട്ടോ. സിറ്റിയുടെ ശരിക്കും ഏറ്റവും പ്രൈമായിട്ടുള്ളൊരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും അത്രയും ആ വണ്ടികളുടെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കുന്നില്ല. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരും. ഈ ബെഡ്റൂമിനായാലും നമുക്ക് കബോർഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ്, ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഡോസിൻ്റെ ഫ്രെയിം എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് നമുക്ക് എൻട്രൻസ് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ. ഗ്രാൻഡ് അല്ലേ? ഇനി ഇതെല്ലാം കൊണ്ട് തീർന്നില്ല. നമുക്ക് ടെറസിലായിട്ട് അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കണ്ടിട്ട് ഞാൻ വില പറഞ്ഞുതരാം. നമ്മുടെ 3rd ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടെറസ് ഏരിയ ഉണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ഈ കാണുന്ന പോലെ തന്നെ റൂഫ് ചെയ്തെടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് കാണുന്നത് രാമേന്ദ്രൻ്റെ കെട്ടിടമാണ് കേട്ടോ. ശരിക്കും രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെയൊക്കെ തൊട്ടടുത്ത പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. നോക്കിയേ, ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. എങ്ങനെയുണ്ട്? ഹൈലൈറ്റ് ലൊക്കേഷൻ അല്ലേ? ഇത്രയും നല്ല പ്രൈം ലൊക്കേഷനിൽ ഇതുപോലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യല്. സാധാരണഗതിയിൽ നമുക്കിവിടെ ഒരു മണക്കാട്, കമലേശ്വരം ഈ ഭാഗത്തൊക്കെ ഇതുപോലൊരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന വിലയെ നമുക്ക് ഇത്രയും പ്രൈം ലൊക്കേഷനിൽ ചോദിച്ചിട്ടുള്ളൂ. അതുപോകെ നമുക്കിത് ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയയും കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കുളിച്ചിട്ട് നേരെ ഒന്ന് പൂളിൽ ചാടാം. ഈ പൂളിൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റും സംഭവം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരിപ്പോൾ കുറേ നാളായിട്ട് ഇത് അധികം ഉപയോഗിക്കാണ്ടില്ലാത്തതുകൊണ്ടാണ് ഇത്രയൊന്നും ഇതായിട്ട് കിടക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിത് ഇങ്ങനെ മേളിൽ കയറാവുന്ന രീതിയിൽ ഒരു സ്പേസ് കൂടെ ഉണ്ട്. ഒരു ടവർ കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി വീടല്ലേ? ഇത്രയും നല്ല കിടിലൻ പ്രോപ്പർട്ടി നിങ്ങൾ മിസ് ചെയ്യരുത്. ഉദ്ദേശിക്കുന്ന വില 3.25 കോടി രൂപ മാത്രമാണ് കേട്ടോ. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് നോക്കി നമ്മുടെ രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസ്, അട്ടക്കുളങ്ങര രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിന് തൊട്ടടുത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 5.25 സെൻറ്റിൽ 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന 3, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വീട്, സെക്കൻഡ് ഫ്ലോറിൽ 2 അപ്പാർട്ട്മെൻറ്റുകളും, താഴത്തെ കമേഴ്സ്യൽ സ്പേസ്, സ്വിമ്മിംഗ് പൂള്, എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില 3.25 കോടി രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് എത്രയും പെട്ടെന്ന്, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഡീലാണ്, മിസ്സാക്കരുത്. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.